ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോറി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കൊച്ചിയിലും ആലപ്പുഴയിലും ചെയ്ത സാധനങ്ങൾ നമ്മൾ വീണ്ടും ഇന്ന് കൊച്ചിയിൽ ചെയ്യാൻ പോവാണ്. ഇതിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ നല്ല വൈബുണ്ട്, എല്ലാം നല്ല വൈബായിട്ട് പോകുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. അത് എവിടേക്കാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ മൊത്തമായിട്ട് കാണാം. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് റെഡി ആയിട്ട് ഇറങ്ങാം. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഷെയ്ഡ് കളർ ഇതാണ്. ഗ്ലാസ് ഉണ്ട്, പിന്നെ ഈ ഒരു കയ്യിലെടുത്തുണ്ട്. അതൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഔട്ട്ഫിറ്റ് ഓക്കെ ആണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. നമുക്ക് എന്തായാലും 3:30 പോയി ആളെ പിക്ക് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ. മണൽ കാറ്റിലേതോ സാന്ധ്യ നിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാ. ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടേക്ക് പോകണം, എന്ത് പോകണം, എന്ത് ചെയ്യുന്നത് യാതൊരു ഏരിയയിലോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചെറിയൊരു പ്ലാനിങ്ങിന് ശേഷം ദാ വരുന്നു. സത്യം പറഞ്ഞാൽ ഒരുമാതിരി പ്ലാനൊക്കെ നമ്മൾ ഇവർക്ക് ചെറിയൊരു പണിയുണ്ടായിരുന്നു. ആ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഒരു റൈഡ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈവനിങ് സൺസെറ്റ് ഒക്കെ നല്ല കിടിലം വൈബായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ഈ മഴയെന്ന് പറയുന്ന നമ്മൾ പകുതി എത്തിയപ്പോൾ തന്നെ മഴ നോക്കി. ഗൈസ്, ഞാനില്ലേ കുറെ എക്സ്പെക്ടേഷൻ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നൈസായിട്ട് നമ്മൾ റൂട്ട് പിടിച്ചിങ്ങനെ വന്നപ്പോൾ മഴ പെയ്തു. മഴ കണ്ടിട്ട് എനിക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മളിന്ന് കറക്കുന്നുണ്ട്. പക്ഷെ മഴ കുറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോവാം. മഴ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വല്ല കഫേയിൽ പോയി ചില്ല് ചെയ്യാം. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമക്കുടി പോകാനുള്ള പ്ലാൻ ആയിരുന്നു. ചേച്ചി കടമടിക്ക് കടമഴിയിൽ കമലുള്ളത്. ഓക്കെ, അവിടെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. സോ ആ പ്ലാൻ മഴ ആയതുകൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല. സോ നമ്മൾ അതിന്റെ ഒരു റൈഡ് പിടിക്കാന്ന് വെച്ചു. നല്ല കിടിലൻ ആംബിയൻസിലടാ, നല്ല രസമുണ്ട്. മഴയും കൂടെ പെയ്ത് നിൽക്കുന്നോണ്ടില്ലേ, ഒരു ചെറിയ തണുത്ത കാറ്റും നല്ല സ്കൈയും എല്ലാം കൂടെ നൈസ് ആയിട്ടുണ്ട്. ഇത്ര നടിയാണെങ്കിൽ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, മൈ നെയിം ഈസ് ഷഹന ഹാഷിം. എൻ്റെ ഒരു ഷഹന എന്നാണ്. വീട് ആലപ്പുഴയിലാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്യാബിൻ ക്രൂ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഫ്ലൈറ്റിൽ കയറാനായിട്ട് ടിക്കറ്റ് നോക്കുന്ന ആളെ തെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ റാൻഡംലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. റാൻഡംലി അല്ല, ആര്യയുടെ ഇത് കണ്ടിട്ട് സെറ്റായതാണ്. നമ്മള് ആര്യയുടെ റീല്, അതായത് നമ്മള് റീസെന്റ് ആലപ്പുഴ ചെയ്ത റീല് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ സെറ്റായതാണ്. അതായത് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ഇവക്കും ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആലപ്പുഴ വേണോ എറണാകുളം വേണോ, രണ്ടിടത്തും ഞങ്ങൾ ചാടി നിൽക്കും. ഞങ്ങൾ ആലപ്പുഴയിലും ചാടി നിൽക്കും, എറണാകുളം ചാടി നിൽക്കും. അപ്പം എറണാകുളത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒത്തൊരു സ്ഥലം വന്ന് പരിപാടി ഓണാക്കി. കടമക്കുടിയില്ല, ബട്ട് നമ്മൾ റോഡ് ഈവനിങ് റൈഡ് വിത്ത് പൂക്കി ഗേൾ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പോട്ടെ. നമുക്ക് എന്തെങ്കിലും പോയി എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിലോ ഇതില്ലെങ്കിൽ നടക്കത്തില്ല. വരുന്ന വഴിക്ക് പോട്ടെ. അതെ, അത്രേ ഉള്ളു. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നടന്നത്. പക്ഷേ നമ്മൾ വണ്ടിയല്ലേ വന്നത്, വണ്ടിയിലാണ്. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നടന്ന് നമ്മൾ കണ്ടെയ്നർ റോഡ് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഒരു ഈവനിങ്ങിൽ ഒരു ഡേ. സെറ്റ്. ഞാൻ കുറെ നേരം സൂര്യനെ ചീത്ത വിളിച്ചെങ്കിലും മോനെ നന്ദിയുണ്ട് മോനെ. മഴ പെയ്തപ്പോഴത്തേക്ക് തീർന്നു. ഞാൻ ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നൈസാണ്. നനഞ്ഞിട്ടില്ല. നമ്മൾ ആക്ച്വലി ഈ സ്പോട്ട് ഉണ്ടല്ലോ, ഡേറ്റ് ഒരു ഈവനിങ് ഡേറ്റിന് പറ്റിയ സ്പോട്ടാണ്. പക്ഷെ ഇതുപോലെ സ്കൈയും കൂടെ വരികയാണല്ല, വേറെ ലെവലിൽ നിൽക്കും. ഫസ്റ്റ് ടൈം അല്ലേ? ഈ ടൈമിൽ വരണം. വെളുപ്പിനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നല്ലേ വരുന്നത്. അപ്പം അവിടുന്ന് സൂര്യൻ വരുന്ന അത്രയും. പക്ഷെ ഈവനിങ് ഒരു 4 to 5 o'clock ആയിരുന്നു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പീസ്ഫുൾ ആംബിയൻസ്. സോ ഇതിന്റെ ക്യാബിൻ ഗ്രൂപ്പ് പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നടാ? ഉടനെ തന്നെ കയറാൻ സാധ്യതയുണ്ടോ? ഇതിലേക്ക് കയറാൻ സാധ്യതയുണ്ടോന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ഇപ്പൊ ഓൺലൈനായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും കുട്ടിയാണ്. 2 കുട്ടികൾ തമ്മിൽ ഒന്നിച്ച് വലിയ കുട്ടികളെ. അപ്പൊ പിന്നെ അത് ഓൺലൈനായിട്ട് ഇങ്ങനെ പോട്ടെ എന്നുള്ള മൈൻഡില്. ഡിഗ്രി വേണോടാ?
ഡിഗ്രി വേണം. ഇതുപോലെ നിനക്ക് ആരെങ്കിലും ഫ്ലവർ വന്നിട്ടുണ്ടോ? എനിക്ക് ഇതേപോലെ ഫ്ലവർ വന്നിട്ടില്ല. ഫ്ലവർ തന്നിട്ടുണ്ട്, നമ്മുടെ ഈ റോസ് തന്നെ തന്നിട്ടുണ്ട്. എത്ര പ്രപ്പോസൽസ് റോസ് ഇല്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഇങ്ങനെ ഒരു ബൊക്കെ മാതിരി ഒന്നും ആരും തന്നിട്ടില്ല. പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നു, ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് നടന്നിങ്ങനെ വന്നപ്പോ പെട്ടെന്ന് ഇതിങ്ങനെ എടുത്തത്. കൊള്ളാലോ ഒന്ന്. കൊള്ളാലോ. ഇത് കൊള്ളാലോ പരിപാടി. എന്നൊക്കെ പന്നൊഴുകി ഞാൻ ഫ്ലവർ കാണുന്നുണ്ട്. നിന്റെ ആ ഒരു ഇതിന് റെഡ് റോസ് ചേരുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്നും എന്റെ ഡ്രസ്സിന്റെ കളർ എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അതാ പറഞ്ഞ അല്ല നിന്റെ ഒരു ഓവറോൾ ലുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു റെഡ് റോസ് നൈസ് ആയിരിക്കുന്ന വെച്ചപ്പോൾ ഞാനങ്ങ് ചാമ്പി എടുത്താണ്. നല്ല ഫ്രെയിം അല്ലേടാ, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ട് ഒരു ലിറ്റിൽ ഹാർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ റോസപ്പ് വന്നിട്ടുണ്ട്. റോസപ്പ് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. റോസപ്പ് ഇതുവരെ ഞാൻ കിട്ടിയ സമയം തൊട്ട് കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരാള് ആരും ആയിക്കോട്ടെ, സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ എല്ലാവരുടെ കയ്യിൽ എല്ലാം വാങ്ങിയതല്ല. അല്ല, നമ്മള് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും എനിക്ക് സമ്മാനം തന്നു കഴിഞ്ഞാല് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ചെറിയ സാധനമാണെങ്കിൽ പോലും എനിക്കത് അത്ര പ്രഷ്യസ് ആയിരിക്കും. ഞാൻ അതിങ്ങനെ കീപ്പ് ചെയ്യും. അല്ലാണ്ട് ഞാനത് അതാ ഞാൻ ഇവള് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഇവളുടെ ഫ്രണ്ടുമായിട്ട് നിൽക്കും. ഫ്രണ്ടിന്റെ ബാഗും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഇത് കയ്യിൽ നിന്ന് മാറിയിട്ടില്ല. ഭയങ്കര ഇതായിട്ട് അവള് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നത്. നീ എന്തുകൊണ്ട് ഈ ഏവിയേഷൻ കോഴ്സിലൊക്കെ ഇറങ്ങിയതൊക്കെ? ആക്ച്വലി മുമ്പ് മുതലേ ഏവിയേഷനിലായിരുന്നു ഇൻട്രസ്റ്റ്, മീൻസ് ക്യാബിൻ ക്രൂ ആയിരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ വീട്ടിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ലുക്ക് ഉണ്ട് നിനക്ക്. ഞാൻ വിചാരിച്ചാ ഫസ്റ്റ് നീ ഒരു മോഡലിംഗ് ആ പരിപാടി നടക്കുന്ന ഒരു പൂക്കി സെറ്റപ്പ് അങ്ങനത്തെ ഒരു ആളാന്ന് വിചാരിച്ചത്. മോഡലിംഗ് വലിയ ഫോളോ ചെയ്യുന്നില്ല, വലുതായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ആ മോഡൽ ലുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ മോഡലാണോ, പിന്നീടാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി പഠിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലടാ കറക്റ്റ് ആ ക്യാബിൻ ക്രൂടെ കറക്റ്റ് ലുക്ക് നിനക്ക് വരുന്നുണ്ട്, സെറ്റായിട്ട് വരുന്നുണ്ട്. കൊള്ളാലയോ, എന്ത് രസമാണ്. സാധനം കണ്ടോ, ആ സാധനം എടുക്കാൻ തോന്നുന്നു എനിക്ക്. അതൊന്ന് ഫോക്കസ് ചെയ്യോ, ആ സാധനം നേരിട്ട് കാണുമ്പോ എടുക്കാൻ തോന്നുന്നു. തീയുടെ കളറല്ലേ, ഒരു തീയുടെ കളർ. എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എന്ത് ആംബിയൻസ് അല്ലേ. സത്യം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിട്ട് സ്ട്രക്ചർഡ്. സത്യം. ഇപ്പൊ നിങ്ങൾ ജോബിന്റെ ഇതായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ഞാൻ പറയാനുള്ള ഭയങ്കര സ്ട്രെസ് സ്പോട്ടാണ്. ഈവനിങ് വൈബാണ്. ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് പറയാ. ഞാൻ ലൈക്ക് എല്ലായിടത്തും പോയിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നൈറ്റ് വൈബും ഇവിടെ നൈസ് ഉണ്ടാ, നല്ല രസമില്ലേ. ഫേവറേറ്റ് പേഴ്സൺസ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാല് അതുകൊണ്ടാണല്ലോ ഞാൻ ഫേവറേറ്റ് പേഴ്സണായിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നത്. സാധിക്കുന്ന ബ്രോയാണ് നമ്മളെ കുറച്ച് ബീറോളൊക്കെ എടുത്തത്. താങ്ക് യു ബ്രോ. സത്യം പറ ചെറുതായിട്ടെ ഞാൻ വേണ്ടേ, ചെറുതായിട്ട് ഇവള് ചെറിയ രീതിക്ക് ഒരു ഡൗൺ ടു ഇതായിട്ട് നിൽക്കുകയായിരുന്നു. സീരിയസ്ലി ഞാനില്ലേ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയ നിസ്സാര കാര്യമാണ്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് പുറത്താണ്. ഞാനായിട്ടുള്ള ഈ വരുന്നവർക്കല്ലേ ഓരോ പ്രോബ്ലം ആണ്. എല്ലാവരും വിചാരിക്കും ഞാനായിട്ടുള്ള എന്തെങ്കിലും ഞാനായിട്ടുള്ള പ്രോബ്ലം അല്ല. ഒരു വള്ളി, അതായത് റൂം ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെറിയ വള്ളിയായിരുന്നു. ആ വള്ളി തീർന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് സംസാരിച്ച് സെറ്റ് ആയിക്കൊണ്ട് വരുന്നത്. ഇപ്പൊ എത്തിയപ്പോഴത്തേക്കും സെറ്റായി. പോലീസ് മാമനെ കാണാൻ പോവായിരുന്നു. അല്ല, അത് നമ്മുടെ ഭാഗത്ത് കൂടെ ഇതുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയായിരുന്നു. അതിന് കുഴപ്പമില്ല. അത് കഴിഞ്ഞായിരുന്നു. നൈസ് അല്ലേ. അത് പറയാ നിങ്ങൾ കൊച്ചിയിലാണ് നമ്മൾ കണ്ടെയ്നറോട് വരിക. കണ്ടെയ്നറോട് വരുമ്പോഴത്തേക്ക് ഞാൻ മാപ്പിനെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. പലർക്കും അറിയാൻ പറ്റും. ഈ ടൈമിൽ ഈ ഒരു വെതറിൽ വരണം. കടമക്കുടി അടുത്താണിത്. നമുക്ക് എല്ലാവർക്കും അറിയാൻ സ്ഥലം പിഴല പാലമാണിത്. പാലം അതാണിത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെല്ലാരും പറഞ്ഞു. എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയാണ് സംവിധാനം മനസ്സിലായി. ഇതിന്റെ പേര് അറിയത്തില്ല. എപ്പോഴും ഇവിടെ വന്നു പോണതിന് എന്റെ പേര് അറിയത്തില്ലായിരുന്നു. നിനക്ക് എന്തൊക്കെ ഇഷ്ടങ്ങള്? എന്തുവാ ഡെയിലി ലൈഫിൽ ചെയ്യാനോ? ഡെയിലി ലൈഫിൽ എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ലിറിക്സ് അല്ല, ഓൾമോസ്റ്റ് മലയാളം തമിഴിന്റെ ഓൾമോസ്റ്റ് മിക്കതിന്റെയും ലിറിക്സ് അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ പാട്ട് പാടും. അവർക്ക് ഭയങ്കരമായിട്ട് അവര് മേ ബി ഒറിജിനൽ ഓഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ വോയിസ് എടുക്കും.
അപ്പൊ അവരുടെ മൂഡ് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇറിറ്റേറ്റ് ചെയ്യാൻ. സഹിക്കും ഫ്രണ്ട്സ് അല്ലേ, സഹിക്കണം. സഹിക്കും, ഓഫ്കോഴ്സ് അവർ സഹിക്കും. പിന്നെ ശീലമായി, ഇപ്പൊ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഭയങ്കര ചെവിക്ക് ഇങ്ങനെ ഇതാക്കിക്കും. ഇപ്പൊ പിന്നെ ശീലമായപ്പോ എന്റെ മോള് പാടിക്കും. എന്റെ മോള് പാടിക്കോ. സോ നീ എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ പരിപാടിയിലൊക്കെ വന്നേക്കാം? ഞാൻ ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന ടൈമില് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ സെറ്റ് ആയിരുന്നു, നന്നായി വൃത്തിക്ക് പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ബാൻ ചെയ്തു, അത് പോയി, വഴിക്ക് പോയി. അങ്ങനെ നേരെ മൂഡൊക്കെ പോയി, വീഡിയോ ചെയ്യാനുള്ള ആ മൂഡ് പോയി. പിന്നെ റീൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോഴാണ് വന്നത്. നേരെ അങ്ങോട്ടേക്ക് ചാടിയപ്പോൾ ആദ്യം തൊട്ട് അത്യാവശ്യം ഈ ടിക്ടോക്കിലുള്ളവർ തന്നെ ഫോളോ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ 10th 9th ഒക്കെ ആയപ്പോൾ നൈസായിട്ട് മടുപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല, അക്കൗണ്ടൊക്കെ കൊടുത്താലോ എന്നൊക്കെ വരെ ചിന്തിച്ച് നൈസായിട്ട് വീഡിയോസ് ഒക്കെ അർച്ചീവ് ചെയ്യാൻ തുടങ്ങി. എന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നൈസായിട്ട് എല്ലാം അങ്ങ് ചവിട്ടി. എറണാകുളത്ത് വന്നപ്പോ +1 +2 കഴിഞ്ഞ് ഞാൻ ഇവിടെ ഏവിയേഷൻ പഠിക്കാൻ വന്നപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഫ്രണ്ട്സായിട്ട് ഡാൻസിന്റെ റീല്, കപ്പിൾ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. സോ നൈസായിരുന്നു. വീഡിയോസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ നീ വീണ്ടും കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ വന്നല്ലേ? വീണ്ടും പിന്നെയും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആയിട്ട് പോകുന്നു. ഇവക്ക് ഒരു റീൽ എടുക്കുന്നു, ഈ ആംബിയൻസിന്റെ റീൽ എനിക്കില്ലേ, ഞാൻ അതെടുത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം നിങ്ങൾ ബ്രേക്ക് എടുക്കൂ, അപ്പോഴത്തേക്ക് ഞാൻ വരാം. ഞാൻ തൽക്കാലം ട്രൈപോഡിലേക്ക് കയറാന്ന് വിചാരിച്ചു. എന്റെ കൈ കഴക്കുന്നു പറയാനായിട്ട് ഭയങ്കരമായിട്ട്. ഒന്നുമില്ല, നമുക്ക് ഇന്നലെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ അറ്റം വരെ കയറുന്നു. ഞാൻ അറ്റം കണ്ടിട്ടില്ല. അറ്റത്ത് ഇവിടെ അങ്ങോട്ട് പോകുന്നൊരു പള്ളിയൊക്കെ ഉണ്ട്, നൈസാണ്. ക്രിസ്ത്യൻ പള്ളിയാണ്, നൈസാണ്. അവിടെ ഏതോ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ആണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ, ഫുഡ് കഴിക്കണ, അതാ കോഫി കുടിക്കണം, ചായ കുടിക്കണം. ഇതാണ് നിനക്ക് കോഫി ചായ പിടിച്ചാലോ? നീ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാം. പ്ലാൻ വേണ്ട. പ്ലാൻ ആയിട്ട് ചെയ്യണ്ട. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന്. ഐസ്ക്രീം ഉണ്ടോ അവിടെ? ചെറുതായിട്ട് പ്ലാൻ ഐസ്ക്രീം ആക്ച്വലി അവിടെ നല്ല ലൈറ്റ് കാണുന്നുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം അവിടെ നിറയെ സ്പോട്ട് ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റക്കായി. കാരണം നമ്മള് മഴയാകുമ്പം കൂടുതൽ പേരും ചായ കോഫി ഒക്കെ കുടിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. മഴയത്ത് ഐസ്ക്രീം ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ബെസ്റ്റ് അതാണ്. ഏത് നോക്കും എല്ലാരും പിടിക്കുന്ന കേസാണ്. പക്ഷെ നമുക്ക് ഏത് നിന്റെ ഫേവറേറ്റ്? ടെൻഡർ കോക്കനട്ട്. ഇവിടെ ഒരു ടെൻഡർ കോക്കനട്ട്. എനിക്കെന്തോ ടെൻഡർ കോക്കനട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയില്ല ഫുള്ള്. ചിക്കു ഈസ് ഓൾസോ നൈസ്. മാംഗോ ഈസ് ഓൾസോ നൈസ്. ചോക്ലേറ്റിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാരും ചോക്ലേറ്റ് ലവർ ആണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ചോക്ലേറ്റ് എന്ന് പറയാൻ പോയി. ഞാൻ സ്വീറ്റ് ലവർ അല്ല. ക്രേവിങ്സ് വരുമ്പോൾ മാത്രം ചാടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോ സ്വീറ്റ് കിട്ടിയാലും കഴിക്കുന്ന കൂട്ടത്തിലല്ല. ടെൻഡർ കോക്കനട്ട് താങ്ക് യു. എങ്ങനെയുണ്ട്? എനിക്കൊന്നും ടെൻഡർ കോക്കനട്ട് അത്ര വലിയ പ്രിയമില്ല. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും ടെൻഡർ കോക്കനട്ട് അത്ര വലിയൊരു ഹാപ്പി മൂഡ് തോന്നുന്നില്ല. കഴിച്ചിട്ട് വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സെൻട്രൽ സ്ക്വയർ മാൾ. ഗിഫ്റ്റ് തപ്പിയുള്ള യാത്രയിൽ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗിഫ്റ്റടാ. സർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്നും സർപ്രൈസ് ആയിരിക്കും അല്ലേ? ഞാൻ ഒരു സാധനം എന്റെ മനസ്സിലുണ്ട്. അതന്നെ. ഐ ഹാവ് സംതിങ് ഇൻ മൈ മൈൻഡ്. സോ ആ മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ണിൽ വിടരും കാലങ്ങൾ വെറുതെ. ഇതാണോ അറബി? ഞാൻ ഒരു സാധനം നിനക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തിങ്സ് ഒക്കെ ഞാനുള്ള സൈഡ് ബാഗ് ഇല്ലേ, അതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അതിവിടെ കാണുന്നില്ല. സോ വാട്ട് ഡു വേറെന്താ നോക്കുക. സൈസ് എത്ര ടീഷർട്ടിന്റെ ഒക്കെ? എക്സ്ട്രാ സ്മോൾ. അപ്പൊ പിള്ളേരുടെ സെക്ഷനിൽ പോകണ്ടേ? XS 1, ദിസ് വൺ മീഡിയം പറ്റൂല നിനക്ക്. അപ്പം ഞാൻ നൈസായിട്ട് ടീഷർട്ട് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ അതിന് വേറെ അങ്ങോട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. സൈസ് വെള്ളത് XS ആണ്, എക്സ്ട്രാ സ്മോൾ ആണ്. എക്സ്ട്രാ സ്മോൾ വേറെ നോക്കിയിട്ട് കാണില്ല. ചെറുതാണോ ഇത്? ട്രൈ ചെയ്ത് നോക്കണോ? ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ ട്രൈ ചെയ്ത് വേണമെങ്കിൽ ട്രയൽ ഇല്ല. നീ പകുതി വെച്ചു അവിടെ വെച്ചത് ഇപ്പോൾ ട്രൈ ചെയ്താ. വേറെ നോക്കിയിട്ട് എനിക്കൊന്നും കണ്ണുടക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഞാനൊരു സൈഡ് ബാഗ് നോക്കി നന്നാക്കി ഇട്ടില്ല. തൽക്കാലം ഇപ്പം ടീഷർട്ട് ഓക്കെ അല്ലേ? നല്ലതല്ലേ? ആ ടീഷർട്ട് ഒക്കെ നന്നായിട്ട് ചെയ്തില്ലേ? അവൾക്ക് കിട്ടിയാൽ നല്ല രസമുണ്ടാവും. അവിടെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടാവുന്നത്. കാത്തിരുന്ന് പുഴ നിറഞ്ഞ് മനമൊഴി കാലവും കടന്നപ്പോൾ വേറെ ഞാൻ അല്ലെങ്കിൽ ടെഡി ബിയറൊക്കെ വാങ്ങിച്ചിരുന്ന ഇവളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എറണാകുളം ട്രാവൽ ചെയ്യണമാണ്. അത് പറ്റൂല. വേറെ എന്താ? വേറെ ഞാൻ ആ സൈഡ് ബാഗ് എന്താ ചോദിച്ചു. സൈഡ് ബാഗ് ഇല്ല. നീ സാധനം ഞാൻ ഇടുന്ന ടൈപ്പ് ബാഗില്ല. അതായിരുന്നു ഉദ്ദേശിച്ചത്. അതില്ല. സെറ്റല്ലേ? ഇവർക്ക് സെറ്റ്. റെഡ് നിനക്ക് റെഡ് ഉണ്ടാ? റെഡ് സെറ്റ് അല്ലേ? യെസ്.
ഇടാ റെഡ് നിനക്ക് ചേരൂല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം നോക്കിയ സൈഡ് ബാഗ് ഇല്ലടാ, ആ ഇങ്ങനെ ബാഗ് ഇല്ലേ, മനസ്സിലായി. മേക്കപ്പ് ഐറ്റംസ് നമുക്കിപ്പോ ഇങ്ങനെ മനസ്സിലായി. അതായിരുന്നു. ഡെയിലി യൂസിനൊക്കെ അത് പക്ഷെ നോക്കിയിട്ട് കണ്ടില്ല, എല്ലാവരും അത് ചാമ്പായിരുന്നു. ബാക്കി എല്ലാം കോമൺ ഹാൻഡ് ബാഗ് ആണ്, വലിയ കാര്യമൊന്നുമില്ല. സോ ഗിഫ്റ്റ് സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ ഇത്രയും ലൈക്ക് ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. എന്റെ ഇമാജിനിൽ ലൈക്ക് നല്ല ആക്സസറീസോ എന്തെങ്കിലും ടീഷർട്ട് ആകുമ്പോഴത്തേക്കും നിനക്ക് എപ്പോഴും യൂസ് ചെയ്യല്ലോ, പക്ഷെ ബാക്കിയെല്ലാം ആക്സസറീസ് നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഓക്കെ. ബില്ലടിച്ചിട്ട് വരട്ടെ. ഒരു കുട്ടി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ക്യൂട്ടായിട്ടില്ലേ? അവനാണ് ക്യൂട്ടല്ലേ? കൈ കൊടുക്കാം, കൈ തരുവോ? കൈ കാണിച്ചു നോക്ക്, കൈ കാണിച്ചു നോക്ക്. ഇതിനകത്ത് ആളുണ്ടോ? പിന്നെ ആളിനെ റോബോട്ട് ഇട്ടേക്കുവാ. കൈ തരുവോ? ഹായ് കൊക്കോമലൻ ഫാൻ. അവിടെ കണ്ടപ്പോ എന്തായിരുന്നു എക്സ്പ്രഷൻ? അല്ല, അത് ഞാൻ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ, അതിനകത്ത് ആളാണ് നിൽക്കുന്നത്, കാണുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നാറുണ്ട്. നമ്മള് കാണുന്നില്ലല്ലോ, ആളെ നമ്മൾ ആ ക്യാരക്ടർ അല്ലേ കാണുന്നത്. സോ കൈ ചോദിച്ചപ്പോ ഞാൻ കൈ തന്നു. ആ പെൺകുട്ടി അകത്തേക്കണ പെണ്ണല്ലെന്നോ, നാണോ? പെണ്ണാണെന്നോ? ആണായാലും പെണ്ണായാലും അല്ല. നമ്മളെന്താ അവിടുന്ന് ഇറങ്ങി ഇപ്പഴേ ചെറിയ വട്ടൊന്നുമല്ല. ഇറ്റ്സ് ടൈം ടു ഇന്നത്തെ ഡേയിനെ കുറിച്ച് പറയാൻ. ഇന്നത്തെ ഡേയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് ഹാപ്പി ആയിരുന്നു, ഭയങ്കര പീസായിട്ട് കുറച്ച് നേരം. പിന്നെ ഇപ്പൊ കുറച്ച് എന്താ പറയാ, മോളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പറയാം. സോ നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി തന്തൂസ് ദോശ വന്നിരിക്കുന്നു. നമ്മൾ മഴ സാറ്റിസ്ഫാക്ഷൻ ലെവലിന്റെ പീക്ക് ലെവലിൽ വന്ന് നിൽക്കുകയാണ്. ബിക്കോസ് ദോശയല്ലേ? ആ എന്ത് രസാ, നല്ല ചൂടിങ്ങനെ ചുട്ടെടുത്ത ദോശ എടുത്ത് നമ്മുടെ പ്ലേറ്റ് ഇടും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. പക്ഷെ നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണം, ബിക്കോസ് മഴയാണ്. ഇനി മൈക്ക് കൊണ്ടുപോയി ഞാൻ അടിച്ചു പോകും. 1 out of 10 ഇന്നത്തെ റേറ്റ് ചെയ്യുന്നു 10. സീരിയസ്ലി മൂഡ് ഇങ്ങനെ നിന്ന് തന്നെ ഹാപ്പി ആക്കി. അറ്റ് ലാസ്റ്റ് ഞാൻ ഹാപ്പിയാണ്. സീരിയസ്ലി എനിക്ക് എടുത്തു പറയേണ്ട പോയിന്റ് ആ ലൊക്കേഷൻ, ആ ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു. പിന്നെ സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഈ റോസാപ്പൂ തൊട്ട് മറ്റേ ടീഷർട്ട്, ദെൻ തട്ട് ദോശ. നമ്മൾ ഒരാളുടെ പെർസ്പെക്റ്റീവ് അറിഞ്ഞു വെച്ചിട്ട് അയാളെ ഹാപ്പി ആക്കുക എന്നുള്ള ഒറ്റ സംഭവം മാത്രമല്ല. താങ്കൂടാ താങ്ക്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും നമുക്ക് മഴക്കാർ ഇങ്ങനെ വന്നിട്ട് ആ കാർമേഘം, അതെന്താണെന്നറിയോ? കാർമേഘം എന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടി. ഇത്ര നല്ല ക്യൂട്ട് ഗേളിനെ കണ്ടപ്പോഴത്തേക്ക് കാർമേഘം പറഞ്ഞു, വെയില നീ മാറിപ്പോ, ഞാൻ വന്നോളാം, കൊച്ചിന് വെയിൽ കൊള്ളിക്കരുതെന്ന് പറഞ്ഞു. ഈ മനുഷ്യന് നന്നായിട്ട് നമ്മളെ ലൈക്ക് ഓരോ ഡയലോഗ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ അറിയാം. മനസ്സിലായോ? വേറെ റേഞ്ച് ഫ്രെയിം എന്താ ഞാൻ പ്രശ്നം സമ്മതിക്കൂലേ?